എല്ലാ മഹത്വവും ദൈവത്തിന്. ഉൽപ്പത്തി 1:26. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ട്രിനിറ്റി എന്ന് പറയുന്നത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നൊരു പ്രയോഗമുണ്ട്. നമുക്കെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് സിമ്പിളായിട്ട്. നമുക്കെന്ന് പറയുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവത്തിനോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും 3 പേരും കൂടിയാലോചിച്ചിട്ടാണ് അവരുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഛായ തന്നെയാണ് ദൈവത്തിൻ്റെയും ഛായ വരുന്നത്. അതായത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്ന് പറയുന്നത് 3 പേരാണെങ്കിലും 3 ഒന്നാണ്. അത് സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ പറയണേ, എനിക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം. അതായത് നമുക്കൊരു ബോഡി ഉണ്ട്, നമുക്കൊരു ഹൃദയമുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഇതേപോലെ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയമായിരുന്ന പുത്രനായ ഈശോ എന്ന് പറയുന്നത്. പുത്രനായ ഈശോയുടെയും പിതാവായ ദൈവത്തിൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അത്രയും സ്നേഹത്തിലാണ് പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ ഒരു സൃഷ്ടിക്കും മനുഷ്യൻ്റെ അത്രയ്ക്ക് പ്രാധാന്യം ദൈവം കൊടുത്തിട്ടില്ല. ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ഒരു ത്രാസിൽ ഈ സൈഡിൽ വെച്ചാലും ആത്മാവിൻ്റെ ഇപ്പുറത്തേക്ക് ആ വില എത്തില്ല. അത്രയ്ക്കും പ്രിഷ്യസാണ്. എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണെന്നൊക്കെ പിതാവായ ദൈവം പറയാനുള്ള കാരണം, തൻ്റെ ഏകജാതനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു നൽകി കുരിശിൽ ബലിയായി തരാൻ മാത്രം. യോഹന്നാൻ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യരെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം നമുക്ക് ഒരല്പമെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഈശോയുടെ കൂടെ അല്പനേരമെങ്കിലും സഹനത്തിൽ പങ്കുചേരാൻ പറ്റുകയാണെങ്കിൽ, അതായിരിക്കും നമുക്ക് ദൈവം തന്ന ഈ ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല